ഫ്രണ്ട്സ്, അപ്പോൾ രാവിലെ തന്നെ പിള്ളേരെ റെഡിയാക്കിയിട്ട് സ്കൂളിലേക്ക് അയച്ച് പിന്നെ കുറച്ച് സമയം അവിടെ പുറത്തിരുന്ന് പുരൻ്റെ ഉള്ളിലൊക്കെ കയറിയെങ്കിൽ പിന്നെ ഇഷ്ടം പോലെ പണിയുണ്ടല്ലേ. അങ്ങനെ കുറച്ച് സമയം മടി പിടിച്ചിട്ട് പുറത്തിരുന്നു. പിന്നെ വന്നില്ലെങ്കിൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് ഉള്ളിലേക്ക് വരുമ്പോൾ കുറച്ചധികം പാത്രം ഉണ്ടായി, അതെല്ലാം കയറ്റി വെച്ച് പിന്നെ അത് കഴിയാനാകുമ്പോൾ ചെറിയ മോൾക്ക് ഉറക്ക് വന്ന് അങ്ങനെ അവൾ ഉറക്കി. അപ്പോഴത്തേക്കും എൻ്റെ വലിയ നാത്തൂനെത്തി. ദീദി അക്ഷയൊക്കെ പോയിട്ട് വന്നത് മാത്രം, ആ കാര്യമൊന്നും നടന്നില്ല. പിന്നെ കുഴക്കമുണ്ടായി, അത് ദീദി കറി വെച്ച്. പിന്നെ ദീദി വരുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ എല്ലാം സാധനം കൊണ്ടുവരും. പഴയ സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാം തിന്നുകൊണ്ടുണ്ടായ പുളിയച്ചാർ, പുളി ജാമ് അങ്ങനത്തെ എല്ലാം കൊണ്ടുവരും, എനിക്കിഷ്ടമായതുകൊണ്ട്. പിന്നെ ദീദി കോവയ്ക്കുണ്ടായിന്, അതിനെ വറുത്തറിയാക്കി. പിന്നെ ഞാനും ദീദിയും കൂടിയിട്ട് ഉച്ചക്കത്തെ കറിക്കുള്ളത് റെഡിയാക്കി. കുറച്ച് കോഴി ഉണ്ടായിന്, അതിനെ കറി വെച്ച്. പിന്നെ രാത്രിക്ക് അപ്പത്തിന് തേങ്ങ അരച്ച കറി വെക്കാനുണ്ടായി. അങ്ങനെ തേങ്ങ അരച്ചരച്ചിട്ട് അത് വറുത്തിട്ടെല്ലാം വെച്ച്. പിന്നെ കുറച്ച് വിശേഷമെല്ലാം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പണിയെടുത്ത് കിച്ചണിൽ. പിന്നെ ഇന്ന് അപ്പുറത്തെ പുരയിൽ ഒരു ഫങ്ഷൻ ഉണ്ട്. അങ്ങനെ അടുത്തേക്ക് ഉമ്മാവും എൻ്റെ ഹസ്ബൻഡും പോയി. ഞങ്ങൾ പുരയിൽ തന്നെ ഉണ്ടായി. ഞാൻ പിന്നെ നാത്തൂൻ വന്നുകൊണ്ട് അങ്ങനെ പോയിട്ട് പിന്നെ പിള്ളേർക്കും ചെറുതായിട്ട് കഴിയുന്നില്ല, ജലദോഷം ചുമ അങ്ങനെയെല്ലാം ആയിട്ട് പുരയിൽ തന്നെ ബാക്കിയായി. അങ്ങനെ ഒരു ഈവനിങ് ആകുമ്പോൾക്ക് ചോറ് വെച്ചിട്ട് ചായ എല്ലാം കുടിച്ചിട്ടായിട്ട് നാത്തൂൻ്റെ പുരക്ക് പോയി. പിന്നെ എപ്പോഴത്തെ പോലെ തന്നെ ഞാനും ഉമ്മാവും പിള്ളേരും മാത്രമായി പുരയിൽ. അങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനെയെല്ലാം പോയി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്ര മാത്രം. എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.